ഇതാ ഡൽഹി മദ്യനയ അഴിമതി കേസിൽ കെജ്രിവാളിന്റെ ഹർജിയിൽ മറുപടി നൽകാൻ കൂടുതൽ സമയം വേണമെന്ന് ഇ ഡി. ഡൽഹി ഹൈക്കോടതിയിലാണ് ഇ ഡി ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത്. ബി ബാലഗോപാൽ വിവരങ്ങളുമായുണ്ട്. ബാലു, കൂടുതൽ സമയം വേണമെന്ന് പറയുമ്പോൾ അത് എത്ര സമയമെന്ന് ഇ ഡി പറയുന്നുണ്ടോ? അതായത് കെജ്രിവാളിന്റെ കസ്റ്റഡി കാലാവധി ഇനിയും നീളും. എന്തായിരിക്കും അതിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ? അക്ഷയ, അറസ്റ്റും റിമാൻഡും ചോദ്യം ചെയ്തുകൊണ്ട് കെജ്രിവാൾ നൽകിയ ഹർജിയാണ് ഡൽഹി ഹൈക്കോടതിയുടെ പരിഗണനയ്ക്ക് വന്നത്. ഇതിലാണ് മറുപടി നൽകാൻ കൂടുതൽ സമയം വേണമെന്ന് ഇ ഡിക്ക് വേണ്ടി ഹാജരായ അഡീഷണൽ സോളിസിറ്റർ ജനറൽ എസ് രാജു കോടതിയിൽ ചൂണ്ടിക്കാണിച്ചത്. എന്നാൽ കോടതി ഇക്കാര്യത്തിൽ ഇ ഡിക്ക് നോട്ടീസ് അയക്കുകയും എന്നാൽ ഇടക്കാല ജാമ്യം സംബന്ധിച്ചുള്ള ആവശ്യത്തിൽ ഇപ്പോൾ വാദം കേൾക്കൽ നടത്തുകയുമാണ് ചെയ്തിരിക്കുന്നത്. ഇടക്കാല വാദം കേൾക്കലുമായി ബന്ധപ്പെട്ട് കെജ്രിവാളിന് വേണ്ടി സീനിയർ അഭിഭാഷകൻ അഭിഷേക് മനു സിംഗ്വിയാണ് കോടതിയിൽ ഹാജരായിരിക്കുന്നത്. കെജ്രിവാളിന്റെ അറസ്റ്റ് നിയമവിരുദ്ധമാണെന്നും 2022 കേസിൽ ഇപ്പോൾ ധൃതി പിടിച്ച അറസ്റ്റ് നടത്തേണ്ട ഒരു സാഹചര്യം ഇല്ല എന്നുമാണ് ഈ അഭിഷേക് മനു സിംഗ്വി കോടതിയിൽ ഇപ്പോൾ ഉന്നയിക്കുന്ന വാദം. അദ്ദേഹം പറയുന്നത് അന്വേഷണവുമായി താൻ പൂർണ്ണമായും സഹകരിച്ചിട്ടുണ്ട്. ആദ്യഘട്ടത്തിലുണ്ടായിരുന്ന ഈ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ സമൻസിലും മറ്റും താൻ ഈ അന്വേഷണ ഏജൻസികളുമായി സഹകരിക്കുകയും ചെയ്തിരുന്നു. ഈ അറസ്റ്റുമായി ഈ അറസ്റ്റിനെ സംബന്ധിച്ചുള്ള മറ്റ് നടപടിക്രമങ്ങൾ ഒന്നും തന്നെ, അതായത് നിലവിൽ തിടുക്കപ്പെട്ടിപ്പോൾ ഈ അറസ്റ്റ് ചെയ്യേണ്ടതായിരുന്നില്ല. അതുകൊണ്ട് തന്നെ കസ്റ്റഡി ആവശ്യം, കെജ്രിവാളിന് ഇടക്കാല ജാമ്യം നൽകിക്കൊണ്ട് അദ്ദേഹത്തെ ജയിൽ മോചിപ്പിക്കണം തുടങ്ങിയ ആവശ്യങ്ങളാണ് ഇപ്പോൾ സിംഗ്വി ഉന്നയിക്കുന്നത്. ഏതായാലും സിംഗ്വിയുടെ വാദം ഇപ്പോഴും തുടരുകയാണ്. ശരി, ബി ബാലഗോപാൽ കോടതിയിൽ നിന്നുള്ള